നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ റീസെൻ്റ്ലി കേൾക്കുണ്ടായി A+ കുറഞ്ഞതിൻ്റെ പേരിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത കേട്ടു അല്ലേ. വളരെ ഖേദകരമാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് അമ്മമാരും അച്ഛന്മാരും അതുപോലെ ഇനി SLC എഴുതാൻ പോകുന്ന പിള്ളേരും +2 എഴുതാൻ പോകുന്നവരും അമ്മമാരും എല്ലാവരും കേൾക്കുക. കാരണം കുട്ടികളെ നമ്മൾ കമ്പൽ ചെയ്യാൻ പാടില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ശ്രദ്ധിക്കുക. അത്ര മാർക്ക് വെച്ചു, നീ ഇത്ര മാർക്ക് മേടിക്കണം, നീ പഠിക്കാൻ കൂട്ട്, പിന്നെ അവൻ അത്ര A+ ഉണ്ട്, എനിക്ക് ഇത്രയേ ഉള്ളൂ, അതൊന്നും മക്കളടുത്ത് ആരും പറയണ്ട. കാരണം മുന്നോട്ട് വരുന്ന സമയത്ത് ഈ A+ കൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾ നേടാൻ പോകുന്നില്ല. നമ്മളുടെ കപ്പാസിറ്റി, നമ്മുടെ ബിസിനസ് മൈൻഡ്, നമ്മളുടെ നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള മേഖലകൾ പിന്നീടാണ് തെളിഞ്ഞു വരിക. അതിന് ചിലപ്പോൾ ഈ SLCയിലെ മാർക്കൊന്നും എവിടെയും വേണ്ടി വരില്ല. അവിടെ നമ്മൾ കഴിവുകളാണ് വേണ്ടത്. നമുക്ക് എല്ലാ വിഷയങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും. ചില വിഷയങ്ങൾ വീക്കായിരിക്കും, ചില വിഷയങ്ങൾ അതിഭയങ്കരമായ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. എല്ലാ വിഷയങ്ങളും ആവറേജ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കുട്ടികളാണുള്ളത്. അപ്പോൾ അവരുടെ കഴിവുകളും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളുണ്ട്. അത് ഈ SLCയിൽ ഫുൾ A+ കിട്ടിയ കുട്ടിയാണോ നാളെ വലിയ ആളായി തീരുന്നു നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ കൂടെ ഞാൻ എങ്ങനെയോ തട്ടിമുട്ടി അങ്ങോട്ട് പാസ്സായ ഒരാളാണ്. പക്ഷേ അന്നേരം പഠിക്കാനുള്ളൊരു ബുദ്ധിക്കുറവല്ല, താല്പര്യമില്ലായ്മ. പഠിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തയോ ആ സമയം അങ്ങനെയാണ്. പഠിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് കളിക്കാനും ഓടി നടക്കാനും 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. കുറേ ഓടി കളിക്കണം, കുറേ മാവേ കയറണം, കുറേ ചിരട്ടപ്പൂട്ടുണ്ടാക്കി കളിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ 10ാം ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് റീസെൻ്റ്ലി നമുക്കൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴാണ് ഞെട്ടിത്തെരിച്ചു പോയത്. കാരണം നമ്മുടെ 10ാം ക്ലാസ്സൊക്കെ ഇങ്ങനെ വല്ല മാവയിലും മരത്തിലേക്ക് വലിഞ്ഞു കയറി കളിച്ച് ഓടി രസിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ കാലഘട്ടം മാറി. ആ വിഷയം അത് ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷെ നമുക്ക് ഇതിലേക്ക് വരാം. പിന്നെ SLC പരീക്ഷയിലെ മാർക്കോ +2 ഹൈ മാർക്കുണ്ട്, അതിനൊന്നുമല്ല മുന്നോട്ട് നമ്മളെ ഭാവി നിശ്ചയിക്കുന്നത്. കാരണം ഞാൻ ഈ ലെവലിൽ കഷ്ടപ്പെട്ട് തട്ടിമുട്ടി പാസ്സായ ഒരാളാണ്. പിന്നീട് എനിക്ക് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് ജീവിക്കണം, ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം. അങ്ങനെയാണ് ഈ D.Ed എന്ന് പറയുന്ന അധ്യാപികയാവാനുള്ളൊരു കോഴ്സ് എടുത്തു. അങ്ങനെ അതെൻ്റെ പ്രൊഫഷനായിരുന്നു. അതിപ്പോൾ ഇനിയിപ്പം എനിക്ക് സർക്കാർ ജോലിയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലും താൽക്കാലികമായിട്ടൊരു ജോലി ചെയ്യാനോ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്താലോ കുഴപ്പമില്ലാത്ത ചെറിയ വരുമാനമൊക്കെ കിട്ടും. അതുകൊണ്ട് എനിക്കൊരു പ്രൊഫഷൻ എന്ന രീതിക്ക് ഞാൻ അത് ചൂസ് ചെയ്തു. മുന്നോട്ട് വന്നപ്പോൾ D.Ed കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ടെറ്റ് വാലിഡേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ടെറ്റ് എഴുതി. അത് 2019 ഞാൻ ടെറ്റ് എഴുതി കഴിഞ്ഞു. അതിനുശേഷം ആദ്യം ഒരു PSC വിളിച്ചു, LP UP അസിസ്റ്റൻറ്റിലേക്കുള്ള PSC വിളിച്ചു. അതിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നു. ആ ലിസ്റ്റിൽ നിന്ന് എനിക്ക് നിയമനം ലഭിക്കുകയും ഞാനൊരു സർക്കാർ ജോലി കരസ്ഥമാക്കുകയും ചെയ്തു. അന്ന് എനിക്ക് SLC വളരെ തുച്ഛമായ മാർക്കിൽ ഞാൻ പാസ്സായ ഒരാളാണ്. വളരെ ലോ ലെവലിൽ നിന്ന് മാർക്ക് മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ ഇൻക്രീസായി നമ്മൾക്ക് ഇത് ആവശ്യമുണ്ട്, നമ്മൾ പഠിക്കണം. ഇനിയിപ്പോൾ D.Ed അല്ലെങ്കിൽ ഞാൻ വേറൊരു കോഴ്സ് എടുക്കും, എനിക്ക് പറ്റാവുന്ന വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കും, എനിക്ക് വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഞാൻ പഠിക്കും. മുന്നോട്ട് വരുമ്പോൾ മക്കൾ ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും എവിടെയും കാണിക്കുന്നില്ല. എന്തെങ്കിലും റെക്കോർഡിക്കല് കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഈ പുറത്തേക്ക് എടുക്കുന്ന ഒരു സാധനമാണ് ഇത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഡൗൺ ആവുന്നത് മക്കളെ? ഇത് എവിടെയും കാണാൻ പോകുന്നില്ല. എൻ്റെ കൂടെ പഠിച്ച് ഫുൾ A+ കിട്ടിയവരൊക്കെ ഉണ്ട്. അങ്ങനെ അത്രയും A+ കിട്ടിയവർ, നല്ല മാർക്ക് കിട്ടിയവർ, നല്ല ബ്രൈറ്റ് ആയിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ജോലിയും കാര്യമായിട്ടൊരു ജോലിയും കൂലിയില്ലാതെ നടക്കുക. A+ എനിക്ക് SLC ഫുൾ A+ ആയിരുന്നു. +2 ഫുൾ A+ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. പിന്നീട് നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മളെ കഴിവുകളും നമ്മൾ മുന്നോട്ട് നമുക്ക് ജോലി ആവശ്യമുണ്ട്. ഈ രീതിയിൽ നമ്മളെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ മേഖലകളുണ്ട്. അവിടെയാണ് നമ്മൾ കഴിവ് തെളിയിക്കുക. പിന്നെ പഠിക്കരുതെന്നോ ഫുൾ A+ കിട്ടരുത് അങ്ങനെയൊന്നും അല്ല ടീച്ചർ അങ്ങനെ ഉദ്ദേശം, അതൊന്നുമല്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, A+ എല്ലാം കിട്ടണം. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ മുന്നോട്ട് വരുമ്പോൾ മാർക്ക് ലിസ്റ്റ്, നമ്മളെ ഈ SLC ബുക്കിലെ മാർക്ക് ലിസ്റ്റോ അതുപോലെ തന്നെ +2 പരീക്ഷയിലെ ഹൈ മാർക്കോ അല്ല മുന്നോട്ട് നമ്മളെ ഭാവി നിശ്ചയിക്കുന്നത്.
അവിടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു എയിം വേണം. ഈ ജോലി നമുക്ക് ഏൺ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ. അവിടെയാണ് നമ്മൾ സക്സസ് ആവേണ്ടത്. അല്ലാണ്ട് ഈ ഒരു ചെറിയ വിഷയത്തിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞ് അല്ലെങ്കിൽ ഒരു തവണ അങ്ങ് തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പോയി? കുറച്ച് ദിവസമൊക്കെ എല്ലാവരും കരഞ്ഞ് അയ്യോ നിലവിളിച്ചൊക്കെ നടക്കും. അത് കഴിഞ്ഞാൽ മറവി എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം മനുഷ്യരുണ്ട്. അതോടുകൂടി എല്ലാം അങ്ങ് മറന്നു പോകും. പിന്നെ നമുക്ക് ഈ ലോകം കാണണം, ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്. നമുക്ക് കോളേജിൽ പോകണം, ഒരുപാട് ജീവിതമുണ്ട്, അതൊക്കെ ജീവിച്ച് തീർക്കണം, അടിപൊളിയായിട്ട് നടക്കണം. അതിനൊക്കെ പറ്റണമെങ്കിൽ നമ്മൾ ജീവൻ നിലനിർത്തണം. അല്ലാണ്ട് അത് ഉപേക്ഷിച്ചോടുകൂടി നമുക്കെല്ലാം തീർന്നു. അവിടെ ആ ഒരു തിരി മാർക്ക് കുറഞ്ഞാലോ തോറ്റാലോ അവിടെ നിന്നൊരു വിജയമുണ്ട്, ഒരു ചവിട്ടുപടിൻ്റെ. അതാണ് ഏറ്റവും സക്സസ് നമ്മളെ ലൈഫിൽ. തോറ്റവരെ പലപ്പോഴും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ അല്ലേ. അത് എവിടെയാണെങ്കിലും തോറ്റുപോയി എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികൾ തേടുക. നമുക്ക് ഇനി ഏത് വഴിയെ സഞ്ചരിക്കാം, എവിടെ ചെന്ന് എനിക്ക് നല്ല വഴികൾ മാത്രമേ ആലോചിക്കാവുള്ളൂ. മോശപ്പെട്ട വഴി സഞ്ചരിച്ചിട്ട് കാലാകാലം ജയിലിൽ പോയിരിക്കരുത്, അതിലും കാര്യമില്ല. നല്ല വഴിയെ സഞ്ചരിക്കുക, നല്ല രീതിക്ക് ഏൺ ചെയ്യാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊന്നും SLC+2 മാർക്കിൻ്റെ ബേസിൽ അല്ല എന്നുള്ളതാണ് എനിക്ക് ഒന്നുകൂടി ഊന്നി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞെന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ലൈഫ് നമുക്ക് എന്ത് കഴിവാണുള്ളത്, എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റിയത്, അവിടെ നമ്മൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുക. അവിടെയൊന്നും ചിലപ്പോൾ മാർക്ക് ഒന്നും ചോദിക്കുക പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് യാത്രകൾ പോകാനുണ്ട്, ഒത്തിരി ആളുകളായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനുണ്ട്. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. എന്തിനാണ് ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? കുറച്ച് മാർക്ക് കുറവ് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇച്ചിരി മാർക്ക് പാസ്സായിട്ടുണ്ട്, കുറച്ച് മാർക്ക് കുറവുണ്ട്. അതിപ്പം ഈ A+ ഇപ്പം മാർക്ക് എത്ര ഉണ്ടായിട്ട് എന്താ കാര്യം? മുന്നോട്ട് വരുമ്പോൾ ആരെങ്ങനെയാവും ആർക്കും ഒരു പിടി ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ഈ ചെറിയ മാർക്ക് കിട്ടി ഞാനായിരിക്കും ഏറ്റവും ടോപ്പിലെത്തുക എന്നൊക്കെ പറയാം. അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആരും വിഷമിച്ചിരിക്കേണ്ട. പരാജയത്തിൽ നിന്നുള്ള വിജയം വളരെ വലുതായിരിക്കും. അപ്പോൾ പിന്നെ വിജയിച്ചവർക്ക് എപ്പോഴും ആ ഒരു ലെവലിൽ നിന്ന് താഴാണ്ട് മുന്നോട്ട് തന്നെ പോവുക. പരാജയപ്പെട്ടവർ ഇനി മുന്നോട്ട് വരുമ്പോൾ, പരാജയം എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപേക്ഷിക്കുന്നു, പരാജയമല്ല, ഇച്ചിരി മാർക്ക് എവിടെയോ കുറഞ്ഞു പോയതൊന്നും വലിയ വിഷയമല്ലല്ലോ. അത് മുന്നോട്ട് വരുന്നത് നമുക്ക് നമ്മളെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഏരിയകളുണ്ട്. അവിടെ വളരെ നന്നായിട്ട് പ്ലസൻ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മൾ വിജയത്തിലെത്തും. ചിലപ്പോൾ ആ A+കാരെ പിന്നെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അന്ന് ഫുൾ A+ കിട്ടിയിട്ട് നീ ഇപ്പോൾ എന്താ ചെയ്യുന്നേ? അപ്പോൾ അവന് ചിലപ്പം ജോലി കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ചെറിയ മാർക്കായിരുന്നു. പിന്നീട് ഞാൻ ഓരോ കാര്യങ്ങളും എനിക്ക് പിന്നെ സക്സസ് ആവാൻ പറ്റിയ വഴികളൊക്കെ ഞാൻ കണ്ടെത്തി ഇന്ന് ഞാൻ അത്യാവശ്യം നല്ല നിലയിലാണുള്ളത്. അപ്പം കൂടെ അവരെയും കൂടി ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റും. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഒക്കെ വരും. അപ്പം ഇപ്പോഴൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടരുത്. ഇനി മാർക്ക് കുറഞ്ഞാലും എന്തായാലും അതിനെക്കുറിച്ചൊന്നും ബോധേടാവേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.